നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇന്നും വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും മരം വീണും മണ്ണിടിഞ്ഞും അപകടം. തീരമേഖലയിൽ കടലാക്രമണം അതിരൂക്ഷം. നദികൾ കരകവിഞ്ഞതോടെ ജാഗ്രതാ നിർദ്ദേശം. 24 മണിക്കൂറിനിടെ പെയ്തത് കാലവർഷം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും കൂടിയ മഴ. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, വയനാട്, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയുടെ ആദ്യ നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. അജണ്ടയിലില്ലാത്ത അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചതോടെ പ്രതിപക്ഷ ബഹളം. ഓം ബിർളയെ വീണ്ടും സ്പീക്കറായി തിരഞ്ഞെടുത്തത് ശബ്ദ വോട്ടോടെ. കൊടിക്കുന്നിൽ സുരേഷിനെ നിർദ്ദേശിച്ചെങ്കിലും വോട്ടെടുപ്പ് ആവശ്യപ്പെടാതെ പ്രതിപക്ഷം. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വീണ്ടും തിരിച്ചടി. 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ട് ഡൽഹി റൌസ് അവന്യൂ കോടതി. ആം ആദ്മി പാർട്ടിയും താനും നിരപരാധികളെന്ന് കെജ്രിവാൾ. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജി സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിച്ചു. കണ്ണൂരിലെ CPIM-നെ പ്രതിരോധത്തിലാക്കി പാർട്ടി വിട്ട ഡിവൈഎഫ്ഐ നേതാവിന്റെ വെളിപ്പെടുത്തൽ. P. ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി മനു തോമസ്. നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് വ്യവസായങ്ങൾ കെട്ടിപ്പൊക്കിയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. TP കേസ് പ്രതികളെ വിട്ടയക്കാനുള്ള നടപടിയിലെ പരാമർശത്തിൽ അനൌചിത്യം ചൂണ്ടിക്കാട്ടി സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവിന്റെ കത്ത്. പോലീസ് സ്റ്റേഷൻസ് ഭയമുളവാക്കുന്ന സ്ഥലമാകരുതെന്ന് ഹൈക്കോടതി. പരാമർശം ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് മോശമായി പെരുമാറിയെന്ന കേസ് പരിഗണിക്കുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കണമെന്ന് DGPക്ക് നിർദ്ദേശം. കൊളോണിയൽ കാലത്തെ പെരുമാറ്റ രീതി മാറ്റിയേ തീരുവെന്നും കോടതി. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ മാസം 27 മുതൽ വിതരണം ചെയ്യും. 1 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 900 കോടി രൂപ അനുവദിച്ചു. ബാക്കിയുള്ളത് 5 മാസത്തെ കുടിശ്ശിക. ബീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ഹസാരിബാഗ് സ്കൂൾ പ്രിൻസിപ്പലിനെ CBI കസ്റ്റഡിയിലെടുത്തു. പ്രിൻസിപ്പൽ ഇസ്ഹാൻ ഹക്കിനെയാണ് കസ്റ്റഡിയിലെടുത്തത്. ട്രെയിൻ യാത്രക്കിടെ ബർത്ത് തകർന്ന് മലപ്പുറം സ്വദേശി മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി റെയിൽവേ. ബർത്തിന് കേടുപാടുകളില്ല എന്നും കൃത്യമായി ലോക്ക് ചെയ്യാത്തതാണ് അപകടത്തിന് കാരണമായതെന്നും ഉദ്യോഗസ്ഥർ. ട്രെയിനും ബോഗിയും വിശദമായി പരിശോധിച്ചെന്നും ദക്ഷിണ റെയിൽവേ. മാറഞ്ചേരി സ്വദേശി അലി ഖാൻ മരിച്ചത് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്ക കേസിലെ വിധി നടപ്പാക്കാൻ കഴിയാത്തത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമെന്ന് ഹൈക്കോടതി. വിധി നടപ്പായില്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധിയെന്ന് സമ്മതിക്കേണ്ടി വരുമെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. കടുത്ത ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് സർക്കാർ. വിധി നടപ്പാക്കുമെന്ന് കോടതിയിൽ AGയുടെ ഉറപ്പ്. കളിയിക്കാവിളയിലെ ക്വാറിയുടമ ദീപുവിന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി സജികുമാറിനെ തമിഴ്നാട് പോലീസ് കേരളത്തിലെത്തിച്ച് തെളിവെടുത്തു. കൊലപാതകം പണം ലക്ഷ്യമിട്ടെന്ന് അന്വേഷണ സംഘം. കുറ്റമേറ്റെടുത്ത പ്രതിയുടെ മൊഴിയിൽ പോലീസിന് സംശയം. നേമം സ്വദേശിയായ പ്രതിക്കെതിരെ 50-ലധികം ക്രിമിനൽ കേസുകൾ. സംസ്ഥാനത്തെ രൂക്ഷമായ വിലക്കയറ്റം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ആവശ്യം തള്ളി. സപ്ലൈകോയുടെ 50-ാം വർഷത്തിൽ സർക്കാർ അതിന്റെ അന്തകരായെന്ന് VD സതീശൻ. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കയറ്റം കുറവെന്ന് ഭക്ഷ്യമന്ത്രി. സപ്ലൈകോയ്ക്ക് കൂടുതൽ പരിഗണന നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ISRO ഗൂഢാലോചന കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. 5 പ്രതികൾക്കെതിരെ തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. വിവാദ പ്രസ്താവനയെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച സാം പിട്രോഡയെ കോൺഗ്രസിൽ തിരിച്ചെടുത്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാന്റെ ചുമതലയും തിരികെ നൽകി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുടേതാണ് തീരുമാനം. വയനാട് മക്കിമലയിൽ കണ്ടെത്തിയ ബോംബ് നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിർവീര്യമാക്കി. നിരീക്ഷണം ശക്തമാക്കി തണ്ടർബോൾട്ട് സംഘവും സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും. പിന്നിൽ മാവോയിസ്റ്റുകളെന്ന് സംശയിക്കുന്നതായി പോലീസ്. സംഭവത്തിൽ UAPA ചുമത്തി അന്വേഷണം നടത്തും. അട്ടപ്പാടി നെല്ലിപ്പതിയിൽ സഹോദരനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ. കൊല്ലപ്പെട്ട പ്രഭാകരന്റെ സഹോദരൻ ശിവനുണ്ണിക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. തിരുവനന്തപുരം വിതുരയിൽ നടുറോഡിൽ യുവാവിന് ക്രൂരമർദ്ദനം. പറങ്കിമാത്തോട്ടം സ്വദേശി അനി ഡെന്നിക്കാണ് മർദ്ദനമേറ്റത്. കാറിലെത്തിയ 5-അംഗ സംഘമാണ് മർദ്ദിച്ചത്. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ കുറ്റാരോപിതൻ രാഹുൽ P. ഗോപാൽ സാക്ഷികളെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുന്നുവെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഗുരുതര പരിക്കുകളോടെ. നടന്നത് വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളെന്ന രാഹുലിന്റെയും യുവതിയുടെയും വാദം തെറ്റെന്ന് പോലീസ് ഹൈക്കോടതിയിൽ. പെരിയാറിൽ മാലിന്യമൊഴുക്കിയ സിജി ലൂബ്രിക്കൻസ് അടച്ചുപൂട്ടാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടീസ് നൽകും. പെരിയാറിലേക്ക് കമ്പനി മാലിന്യം ഒഴുക്കിയെന്നാണ് PCBയുടെ കണ്ടെത്തൽ. ഫാക്ടറിയിൽ നിന്ന് PCB സാമ്പിൾ ശേഖരിച്ചു. PCBയുടെ നിരീക്ഷണം
കൃത്യമല്ലെന്ന് നാട്ടുകാർ. ലൈംഗികാതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയുടെ ജാമ്യാപേക്ഷ വീണ്ടും തള്ളി. ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ജൂലൈ 4 വരെയാണ് കസ്റ്റഡി കാലാവധി. ജാതി സെൻസസിൽ പ്രമേയം പാസാക്കി തമിഴ്നാട് നിയമസഭ. ജാതി സെൻസസ് വേഗത്തിൽ നടപ്പാക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടാണ് പ്രമേയം പാസാക്കിയത്. കോഴിക്കോട് താമരശ്ശേരി കള്ളനോട്ട് കേസിൽ 2 പേർ കൂടി പിടിയിൽ. അറസ്റ്റിലായത് കൂടരഞ്ഞി സ്വദേശി അമൽ സത്യൻ, പുതുപ്പാട് സ്വദേശി ഹിഷാം എന്നിവർ. സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുള്ളതായി അന്വേഷണ സംഘം. കാസർഗോഡ് ഹണി ട്രാപ്പ് കേസ് പ്രതി ശ്രുതി ചന്ദ്രശേഖരൻ തട്ടിപ്പിനായി രാഷ്ട്രീയ നേതാക്കളുടെ പേര് ദുരുപയോഗം ചെയ്തു. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി അടുത്ത ബന്ധമെന്ന് യുവാവിനെ വിശ്വസിപ്പിക്കുന്ന ശബ്ദരേഖ പുറത്ത്. ശ്രുതിക്കെതിരെ പരാതി നൽകിയ ആളെ BJP ജില്ലാ പ്രസിഡന്റ് രവീശ തന്ത്രി കുണ്ടാർ ഭീഷണിപ്പെടുത്തിയെന്നും പ്രചരിപ്പിച്ചു. ഒളിവിലുള്ള ശ്രുതിക്കായി അന്വേഷണം ഊർജിതം. കൊല്ലം ആര്യങ്കാവ് കാടമാൻപാറയിൽ ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ സംഭവത്തിന് പിന്നിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം തന്നെയെന്ന് സ്ഥിരീകരണം. പ്രദേശത്ത് കൂടുതൽ മരങ്ങൾ മുറിച്ചു കടത്തിയിട്ടുണ്ടോ എന്നതിൽ പരിശോധന നടത്തും. തെന്മല DFO ഷാനവാസിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. തമിഴ്നാട് കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഒരാൾ കൂടി മരിച്ചു. സേലം ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന ആളാണ് മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 63 കേസ് മദ്രാസ് ഹൈക്കോടതി ജൂലൈ 3 വീണ്ടും പരിഗണിക്കും. മൂന്നാർ ഭൂമി കയ്യേറ്റത്തിൽ ഇടുക്കി കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും കോടതിയലക്ഷ്യം നടത്തിയെന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ട്. NOC ഇല്ലാതെ പള്ളിവാസലിൽ കെട്ടിടം നിർമ്മിക്കരുതെന്ന കോടതി വിധി നടപ്പാക്കാൻ വൈകിയിരുന്നു. 2 ആഴ്ചയ്ക്കകം വിശദീകരണം നൽകാൻ കളക്ടർക്ക് കോടതിയുടെ നിർദ്ദേശം. KSRTC ഡ്രൈവിംഗ് സ്കൂളുകളിൽ ആധുനിക സജ്ജീകരണം ഉറപ്പുവരുത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. KSRTC ഡ്രൈവിംഗ് സ്കൂളിൽ പരിശീലിപ്പിക്കുന്നവർക്ക് അതേ ഗ്രൗണ്ടിൽ തന്നെ ടെസ്റ്റ് നടത്തും. സമരം കാരണം മുടങ്ങിയ ടെസ്റ്റുകളിൽ ആശങ്ക വേണ്ട എന്നും മന്ത്രി. മാള സർവീസ് സഹകരണ ബാങ്കിലെ കരുവന്നൂർ മോഡൽ തട്ടിപ്പിൽ സ്വന്തം ഭരണസമിതിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി. ജോയിന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പഠിക്കാനും ഭരണസമിതിയുടെ വീഴ്ചകൾ വിലയിരുത്താനും 9 അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ജില്ലാ നേതൃത്വത്തെ സമീപിക്കും. തിരുവനന്തപുരം തുമ്പാക്ക് ഇൻഫ്രാ പാർക്കിൽ റെഡിമിക്സ് യൂണിറ്റിൽ പൊട്ടിത്തെറി. റെഡിമിക്സ് ഫാക്ടറിയിലെ യന്ത്രഭാഗങ്ങൾ തെറിച്ച് ജനവാസ മേഖലയിൽ വീണു. ആളപായം ഇല്ല. DLF ഫ്ളാറ്റിലെ കൂട്ടരോഗബാധയിൽ അസോസിയേഷൻ ഭാരവാഹികൾക്കും JLL പ്രോപ്പർട്ടീസിനുമെതിരെ പോലീസിൽ പരാതി. താമസക്കാരനായ മെൽവിനാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. മലപ്പുറം കോട്ടക്കലിൽ വീടിന് നേരെ വെടിവെപ്പ്. കോട്ടക്കൽ സ്വദേശിയുടെ വീടിന് നേരെയാണ് വെടിവെപ്പുണ്ടായത്. വെടിയുതിർത്ത യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവാഹത്തിൽ നിന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പിന്മാറിയതാണ് പ്രകോപനത്തിന് കാരണം. പത്തനംതിട്ട തിരുവല്ലയിൽ ബാർ പരിസരത്ത് കൂട്ടയടി. ബാറിനുള്ളിൽ ഉണ്ടായ തർക്കമാണ് പുറത്ത് സംഘർഷത്തിൽ കലാശിച്ചത്. കേരളത്തിലെ പ്രധാന വാർത്തകൾ. കോഴിക്കോട് കൊടുവള്ളിയിൽ അടച്ചിട്ട വീട്ടിൽ കവർച്ച. കൊടുവള്ളി മോഡേൺ ബസാറിൽ ദേശീയപാതയോരത്തുള്ള വീട്ടിലാണ് കവർച്ച നടന്നത്. 1 പവൻ സ്വർണ്ണാഭരണവും 15,000 രൂപയും മോഷണം പോയി. മലപ്പുറം കല്ലത്താണിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. ചെറുമുക്ക് സ്വദേശി സിനാനാണ് മരിച്ചത്. 2 പേർക്ക് പരിക്കേറ്റു. കനത്ത മഴയിൽ കണ്ണൂർ പാനോന്നേരിയിൽ മണ്ണിടിച്ചിൽ. നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുറ്റത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കല്ലും മണ്ണും സമീപത്തെ വീട്ടിലേക്ക് പതിച്ചു. പൂണിത്തുറ പേട്ട താമരശ്ശേരി റോഡ് കസ്റ്റംസ് കോളനി തുഷാരയിൽ KK ശാന്തകുമാരി അന്തരിച്ചു. 85 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ VS കരുണാകരൻ കസ്റ്റംസ് റിട്ടയർഡ് അസിസ്റ്റന്റ് കമ്മീഷണറാണ്. ഇന്ദിര, ഡോക്ടർ രാജാമണി, പ്രസന്ന എന്നിവർ മക്കളാണ്. KA മുരളീധരൻ, ഡോക്ടർ പ്രീത, ദൂരദർശൻ റിട്ടയർഡ് പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മോഹൻ കുമാർ എന്നിവർ മരുമക്കളാണ്. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക്. എറണാകുളം സെന്റ് ആൽബർട്ട് ഹൈസ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണം നടത്തി. SPC, NCC, JRC, ടീൻസ് എന്നീ ക്ലബ്ബുകൾ നേതൃത്വം നൽകിയ പരിപാടിയാണ് നടന്നത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയ സൈക്കിൾ റാലി മുഖ്യാതിഥിയായ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ബിനു ശ്രീധർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കണ്ണൂർ തലശ്ശേരി തലായിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. ദത്താത്രേയ മഠത്തിന് സമീപത്തെ ഭാസ്കറിന്റെ വീട്ടിലെ കിണറാണ് 3 മീറ്ററോളം താഴ്ന്നത്. പത്തനംതിട്ട അടൂർ കണ്ണങ്കോട് ക്രിസ്ത്യൻ പള്ളിയുടെ ഓഡിറ്റോറിയത്തിന്റെ ഗേറ്റിനിടയിൽ നായ കുടുങ്ങി. അഗ്നിരക്ഷാസേനയെത്തി ഗേറ്റിന്റെ കമ്പി മുറിച്ച് നായയെ രക്ഷപ്പെടുത്തി. മലപ്പുറം ഇടവണ്ണയിൽ ഓടിക്കൊണ്ടിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീപിടിച്ചു. തലനാരിഴയ്ക്കാണ് സ്കൂട്ടർ യാത്രികൻ രക്ഷപ്പെട്ടത്.
പാലക്കാട് മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ 2ാം വർഷ MBBS വിദ്യാർത്ഥി വിഷ്ണുവാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരത്തിൽ വീണ്ടും മോഷണം. അമ്പലത്തറയിൽ പച്ചക്കറിക്കട കുത്തിത്തുറന്ന് പണം കവർന്നു. കോഴിക്കോട് കടലുണ്ടിയിൽ വീടിന് മുകളിലേക്ക് മാവ് കടപുഴകി വീണു. കടലുണ്ടി സ്വദേശി മുഹമ്മദ് ബഷീറിന്റെ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടുകാർ പുറത്തേക്ക് ഓടിയതിനാൽ അപകടമൊഴിവായി. എറണാകുളം വെണ്ണല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ജി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു. 24 കണക്റ്റും തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റും വനിതാ ശിശുക്ഷേമ വികസന വകുപ്പും ചേർന്നാണ് ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ അവതരിപ്പിച്ചത്. പള്ളിക്കര സെന്റ് മേരീസ് കത്തീഡ്രൽ യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണവും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കുന്നത്തുനാട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബിനു എസ് ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ വികാരി EC വർഗീസ് കോർ എപ്പിസ്കോപ്പ ലഹരിക്കെതിരായ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ കേബിൾ TV ടെക്നീഷ്യനെ വഴിയരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ആര്യാട് അയ്യൻകാളി ജംഗ്ഷന് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന പ്രതീഷ്. ഷോക്കേറ്റാണ് മരിച്ചതെന്ന് സംശയം. വൈദികനെ ലോഡ്ജിൽ പൂട്ടിയിട്ട് പണവും മൊബൈൽ ഫോണും കവർന്നു. കോട്ടയം സ്വദേശിയായ വൈദികനെയാണ് എറണാകുളം KSRTCക്ക് സമീപത്തെ ലോഡ്ജിൽ പൂട്ടിയിട്ടത്. കണ്ണൂർ സ്വദേശി ആൽബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അതിക്രമം കാണിച്ച ട്രാഫിക് യൂണിറ്റിലെ ഹോംഗാർഡ് കസ്റ്റഡിയിൽ. താമരശ്ശേരി ട്രാഫിക് യൂണിറ്റിലെ ഹോംഗാർഡ് സുധീഷിനെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. പാലക്കാട് അട്ടപ്പാടിയിൽ അരിവാൾ രോഗിയായ ആദിവാസി ബാലിക മരിച്ചു. അഗളി പഞ്ചായത്തിലെ വടക്കോട്ടത്തറ ഊരിലെ വെള്ളിങ്കിരി കാളിയമ്മ ദമ്പതികളുടെ മകൾ അമൃതയാണ് മരിച്ചത്. എറണാകുളം പെരുമ്പാവൂരിൽ പാണംകുഴി പാണിയേലി മേഖലകളിൽ കാട്ടാനക്കൂട്ടം. 8ഓളം കാട്ടാനകളാണ് പ്രദേശത്ത് എത്തിയത്. തിരുവാങ്കുളം ജോർജിയൻ അക്കാദമി ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. തൃപ്പൂണിത്തുറ എക്സൈസ് സിവിൽ ഓഫീസർ നെസ്ലി S ഉദ്ഘാടനം ചെയ്തു. ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞയും വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോബും പരിപാടിയുടെ ഭാഗമായി നടന്നു. പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് കാഞ്ഞിരംപാറയിൽ അപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് മണ്ണമ്പറ കുപ്പത്തിൽ സ്വാമിനാഥൻ. അപകടം സ്കൂൾ ബസ് ബൈക്കിലിടിച്ച്. അയനിക്കാട് അയ്യപ്പൻകാവ് UP സ്കൂളിൽ ലഹരി വിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ മനോജ് മാസ്റ്റർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പയ്യോളി മുനിസിപ്പാലിറ്റിയുടെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് നടത്തി. സ്കൂൾ ജാഗ്രതാ സമിതി കൺവീനർ ബിന്ദുലത തെക്കേടത്ത്, PTA പ്രസിഡന്റ് രാകേഷ് പട്ടായി, വിദ്യാർത്ഥികളായ പ്രിയ KK, നയൻ കാർത്തിക്, ആരോമൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി തുറവൂർ മാർ അഗസ്റ്റിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റാലിയും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. അങ്കമാലി SI സതീഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. SI വിൽസൺ, മാനേജർ ഫാദർ ആന്റണി പുതിയാപറമ്പിൽ എന്നിവർ പങ്കെടുത്തു. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി പ്രധാന അറിയിപ്പുകൾ. കുസാറ്റിൽ മറൈൻ ബയോളജി, മൈക്രോബയോളജി ആൻഡ് ബയോകെമിസ്ട്രി വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർമാരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. എറണാകുളം മരട് നഗരസഭയിലെ അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ഓവർസിയർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷ നൽകാം. അഭിമുഖം ഈ മാസം 29-ന്. ദേശീയ വാർത്തകൾ. മംഗളൂരുവിൽ മതിൽ ഇടിഞ്ഞു വീണ് അപകടം. 4 പേർ മരിച്ചു. കുടുങ്ങിക്കിടന്നവരെ പുറത്തെടുത്ത് അഗ്നിരക്ഷാ സേന. ബാങ്കുകൾക്ക് മുന്നറിയിപ്പുമായി മഹാരാഷ്ട്ര സർക്കാർ. സിബിൽ സ്കോർ നോക്കി കർഷകർക്ക് ലോൺ നിഷേധിച്ചാൽ കേസെടുക്കുമെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാനതല ബാങ്കേഴ്സ് കമ്മിറ്റി യോഗത്തിലാണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് മുന്നറിയിപ്പ് നൽകിയത്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും അവരുടെ ആശ്രിതർക്കും പുതിയ പെൻഷൻ തുക പ്രഖ്യാപിച്ച് ഹരിയാന സർക്കാർ. അടുത്ത മാസം 1 മുതൽ പെൻഷൻ പരിഷ്കരണം പ്രാബല്യത്തിൽ വരും. തമിഴ്നാട് നീലഗിരിയിൽ വാഹനങ്ങൾ തകർത്ത് കാട്ടാന. ഗൂഡല്ലൂർ നെല്ലാക്കോട്ട ടൗണിൽ ഇറങ്ങിയ ആന കാർ തകർത്തു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മുംബൈ കോളേജിലെ ഹിജാബ് നിരോധന തീരുമാനത്തിനെതിരെയുള്ള ഹർജി തള്ളി ഹൈക്കോടതി. കോളേജ് എടുത്ത തീരുമാനത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് ജസ്റ്റിസുമാരായ AS ചന്ദോർക്കർ, രാജേഷ് പാട്ടീൽ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഹുബ്ബള്ളി വിമാനത്താവള ഡയറക്ടർക്ക് വധഭീഷണി. ഇമെയിൽ വഴിയാണ് ഭീഷണി എത്തിയത്. എയർപോർട്ട് ഡയറക്ടർ രൂപേഷ് കുമാർ പോലീസിൽ പരാതി നൽകി. ജമ്മുകശ്മീരിലെ ഡോഡയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചു. സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും പിടിച്ചെടുത്തു. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കടത്ത് സംഘം പിടിയിൽ. അറസ്റ്റിലായത് 10 അംഗ സംഘം. ഇവരുടെ പക്കൽ നിന്ന് 10 കിലോ സ്വർണം പിടിച്ചെടുത്തു.
തെലങ്കാനയിലെ കേസാറാമിൽ പേരയ്ക്ക പറിച്ചതിന് ദളിത് വിദ്യാർത്ഥിക്ക് ക്രൂരമർദ്ദനം. മർദ്ദനത്തിന്റെ ചിത്രങ്ങൾ പുറത്ത്, പോലീസ് അന്വേഷണം തുടങ്ങി. രാജ്യാന്തര വാർത്തകൾ. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായാൽ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള രൂപരേഖ തയ്യാറായി. സമാധാന ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറായില്ലെങ്കിൽ അമേരിക്കയുടെ സൈനിക സഹായം നിർത്തിവെക്കും. ഗസയിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ മിസൈൽ ആക്രമണത്തിൽ 4 പേർ കൂടി കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ. വിക്കിലീക്സ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ചിനെ വെറുതെ വിട്ട് US കോടതി. സൽപ്പാനിലെ കോടതി അസാഞ്ചിനെ കുറ്റവിമുക്തനാക്കിയത് അമേരിക്കൻ സൈനിക രഹസ്യങ്ങൾ ചോർത്തിയെന്ന കേസിൽ. കെനിയയിൽ സർക്കാർ വിരുദ്ധ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 13ആയി. പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരച്ചുകയറിയ പ്രതിഷേധക്കാർ മന്ദിരത്തിന് തീയിട്ടു. പാർലമെന്റ് ആക്രമണം ജനാധിപത്യത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പ്രസിഡന്റ് വില്യം റൂട്ടോ. അമേരിക്കയിൽ ഇന്ത്യൻ വംശജൻ കുത്തേറ്റു മരിച്ചു. സംഭവം മെറിഡിയൻ അവന്യൂവിന് സമീപം. പ്രതിക്കായി അന്വേഷണം ആരംഭിച്ച് പോലീസ്. ഉത്തര കൊറിയയുമായി നേരിട്ടുള്ള പാസഞ്ചർ റെയിൽ സർവീസ് പുനരാരംഭിക്കാനൊരുങ്ങി റഷ്യ. കോവിഡ് മൂലം സർവീസ് 4 വർഷമായി മുടങ്ങിക്കിടക്കുകയായിരുന്നു. ഇറാൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഈ മാസം 28-ന്. തെരഞ്ഞെടുപ്പ് ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇബ്രാഹിം റൈസിയുടെ പിൻഗാമിക്കായി. മത്സരിക്കാൻ 6 സ്ഥാനാർത്ഥികൾ. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുടെ ആയുധോൽപാദനത്തിൽ വൻ വളർച്ച. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ ആയുധ നിർമ്മാണം വർദ്ധിപ്പിച്ചത്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും നിർമ്മാണത്തിൽ 800% വളർച്ചയെന്ന് റിപ്പോർട്ടുകൾ. നോക്കാമിനി ബിസിനസ് വാർത്തകൾ. വിപണിയിൽ കൃത്രിമത്വം കാണിച്ചെന്ന ആരോപണത്തിൽ സഞ്ജീവ് ഭാസിനെതിരെ സെബി അന്വേഷണം. അന്വേഷണത്തിന്റെ ഭാഗമായി ഭാസിന്റെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പരിശോധിച്ചു. IIFL സെക്യൂരിറ്റീസിൽ ഭാസിന്റെ കാലാവധി അവസാനിച്ചെന്ന് കമ്പനി. തുടർച്ചയായ 2ാം ദിവസവും റെക്കോർഡ് ഭേദിച്ച് ഓഹരി വിപണികൾ. സെൻസെക്സ് 78,674-ലും നിഫ്റ്റി 23,869-ലും വ്യാപാരം അവസാനിപ്പിച്ചു. റെക്കോർഡ് തിരുത്തി ബാങ്ക് നിഫ്റ്റിയും. ഡോളറിനെതിരെ രൂപ 17 പൈസ ഇടിഞ്ഞു. $1 83.60 രൂപയെന്ന നിരക്കിൽ ക്ലോസിംഗ്. BSNL ഡാറ്റ ചോർച്ച ഉണ്ടായെന്ന് റിപ്പോർട്ട്. സുപ്രധാന ഡാറ്റയിൽ കടന്നുകയറ്റം നടത്തിയത് കൈബർ ഫാന്റം എന്ന ഹാക്കർ. സിം കാർഡ് ക്ലോണിംഗ് നടന്നെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നു. തൊഴിലാളികളുടെ നിലവാരം അടിസ്ഥാനമാക്കിയുള്ള സൂചിക തയ്യാറാക്കാൻ കേന്ദ്രം. തൊഴിലാളിക്ഷേമ തൊഴിൽ സൂചികയിൽ പ്രകടനമനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് റാങ്ക് നൽകും. നീക്കം ജീവനക്കാരുടെ ക്ഷേമം, ഉൽപാദനക്ഷമത എന്നിവയിൽ ആരോഗ്യകരമായ മത്സരം കൊണ്ടുവരാൻ. വിദേശ ബാധ്യതകളെ മറികടന്ന് രാജ്യത്തെ വിദേശ ആസ്തി ശേഖരം. വിദേശ കരുതൽ ശേഖരം വർദ്ധിച്ചത് ഗുണമായെന്ന് RBI റിപ്പോർട്ട്. പകുതിയോളം ഐഫോൺ അസംബ്ലി ലൈൻ ജീവനക്കാരെ ഒഴിവാക്കാൻ ആപ്പിൾ. പിരിച്ചുവിടുന്നവർക്ക് പകരം യന്ത്രസഹായം ഉപയോഗിക്കുമെന്ന് കമ്പനി. കായിക വാർത്തകൾ. യൂറോ കപ്പ് ഗ്രൂപ്പ് റൗണ്ടിൽ സമ്പൂർണ്ണ ജയം ലക്ഷ്യമിട്ട് പോർച്ചുഗൽ ഇന്നിറങ്ങും. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ എതിരാളികൾ ജോർജിയ. റൊണാൾഡോ ഗോൾ നേടുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടറിൽ കടന്നുകൂടി ബെൽജിയം. യുക്രൈനോട് ഗോൾ രഹിത സമനില വഴങ്ങി. ഗ്രൂപ്പ് ഇയിൽ നിന്ന് 2ാം സ്ഥാനക്കാരായാണ് ബെൽജിയം അവസാന 16-ലേക്ക് എത്തിയത്. ഇതേ ഗ്രൂപ്പിൽ നിന്ന് റുമേനിയയും സ്ലോവാക്യയും പ്രീ ക്വാർട്ടറിൽ എത്തി. 2020 ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾ നാളെ നടക്കും. ആദ്യ സെമിയിൽ രാവിലെ 6-ന് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് 2ാം സെമി രാത്രി 8-ന്. കോപ്പ അമേരിക്കയിൽ 2ാം ജയത്തോടെ അർജന്റീന ക്വാർട്ടറിൽ. ലൗറ്റാരോ മാർട്ടിനസ് നേടിയ 1 ഗോളിന് ചിലെയെ തോൽപ്പിച്ചു. കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ നായകൻ മെസ്സി കളിക്കില്ല. പെറുവിനെതിരെ മെസ്സിക്ക് വിശ്രമം നൽകുമെന്ന് കോച്ച് സ്കലോണി. അർജന്റീന ക്വാർട്ടർ ഉറപ്പിച്ച സാഹചര്യത്തിലാണ് മെസ്സിക്ക് വിശ്രമം നൽകുന്നത്. നോക്കാമിനി ഫാക്ട് ചെക്ക്. ഉത്തർപ്രദേശിൽ റെയിൽവേ പോലീസ് ഉദ്യോഗസ്ഥൻ വൃദ്ധനെ മർദ്ദിക്കുന്നു എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. യഥാർത്ഥത്തിൽ പ്രചരിക്കുന്ന ചിത്രം ഉത്തർപ്രദേശിൽ നിന്നുള്ളതല്ല. 2022-ൽ മധ്യപ്രദേശിലെ ജബൽപൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവമാണ് ഇത്. നാളത്തെ വാർത്തകൾ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിംഗ് നാളെ രാവിലെ 11-ന് ശാസ്തമംഗലത്തുള്ള ഓഫീസ് കോർട്ട് ഹാളിലാണ് സിറ്റിംഗ്.
കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ നാളെ വൈദ്യുതി മുടങ്ങും. താമരശ്ശേരി സെക്ഷൻ, പുതുപ്പാടി സെക്ഷൻ പരിധികളിലാണ് വൈദ്യുതി വിതരണം തടസ്സപ്പെടുക. മുളന്തുരുത്തി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കരാറടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10:30 നടക്കും. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക്കിൽ 6 മാസത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിലേക്ക് നാളെ കൂടി അപേക്ഷ നൽകാം. +2 ആണ് യോഗ്യത. കോഴിക്കോട് ശിവപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബി വിഷയത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ പകൽ 11 സ്കൂൾ ഓഫീസിൽ. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ബ്രസീലിൽ കാട്ടുതീ പടർന്നു പിടിക്കുന്നു. ഏക്കർ കണക്കിന് വനഭൂമി കത്തിനശിച്ചു. 100 കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ. ഋഷികേശിൽ നിരവധി റോഡുകൾ തകർന്നു. മണ്ണിടിഞ്ഞു വീണ് വാഹനങ്ങൾക്ക് കേടുപാട്. അമർനാഥ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായതായി ജില്ലാ ഭരണകൂടം. തീർത്ഥാടന യാത്ര ഈ മാസം 29 ആരംഭിക്കും. സമാപനം ഓഗസ്റ്റ് 19. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.